soprattutto quando ci sono grandi problemi da affrontare, c'è la sensazione che il male sia più forte e viene da chiedersi che cosa devo fare. സഭയിൽ മാറ്റങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ആധുനിക സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാർപ്പാപ്പയുടെ ചില വീക്ഷണങ്ങൾ, ചില കാഴ്ചപ്പാടുകൾ ഒത്തിരി വിമർശന വിധേയമായപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്കിന്ന് ഘടനകളല്ല ആദ്യം മാറ്റേണ്ടത്, മറിച്ച് നമ്മുടെ മനോഭാവങ്ങളിലാണ് വ്യത്യാസം വരുത്തേണ്ടത്. മനോഭാവങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഘടനാ വ്യത്യാസം, സ്ട്രക്ചറൽ ചേഞ്ചസ് വരും എന്ന് അദ്ദേഹം വിശ്വസിക്കുകയും അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് രണ്ട് ഉദാഹരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയിൽ ഒന്നിതാണ്. നമ്മൾ ധാരാളം ഈ ഭ്രൂണഹത്യ പാടില്ല. കാരണം തീർച്ചയായിട്ടും പരമ പാപമാണ് ഭ്രൂണഹത്യ എന്ന് പറയുക. കാരണം ഗർഭത്തിലായിരിക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു പാപം തന്നെയാണ്, യാതൊരു സംശയമില്ല എന്ന് മാർപ്പാപ്പ പറഞ്ഞു. എപ്പോഴും ഈ ഭ്രൂണഹത്യ എന്ന് പറയുന്ന സ്ഥാനത്ത് അല്പം പോസിറ്റീവായിട്ട് ആ വിഷയം നമുക്കൊന്ന് അവതരിപ്പിച്ചുകൂടെ? ഉദാഹരണത്തിന് ഈ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതിനെ പറ്റി, അനാഥ ശിശുക്കളെ സംരക്ഷിക്കുന്നതിനെ പറ്റി, അപ്പോൾ കുഞ്ഞുങ്ങളോട് പ്രത്യേകം വാത്സല്യം കാണിക്കുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് ധാരാളമായിട്ട് പ്രസംഗിക്കാം. സ്വാഭാവികമായിട്ട് ഇൻഡിറക്റ്റായിട്ട് ഭ്രൂണഹത്യക്കെതിരായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിട്ട് മാറും. അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു ഉദാഹരണമാണ് ഈ ദയാവധം, യൂത്തനിസ്യ എന്ന് പറയുന്നത്. പ്രായം ചെന്നവർ എന്തിനാ വെറുതെ മരുന്ന് കൊടുത്ത് വെറുതെ അവർ ജീവിപ്പിച്ചിരിക്കുന്ന കാര്യമില്ല, അവരെ അങ്ങ് വിഷം കുത്തിവെച്ചോ അല്ലാതെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കും ആശ്വാസമായി നമുക്കും ആശ്വാസമായി. അപ്പോൾ അങ്ങനെ അവരെ മരിക്കാൻ അനുവദിക്കേണ്ട വൃദ്ധരെ പറ്റി ചിന്തിക്കുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ വൃദ്ധജനങ്ങളെ പറ്റി ചിന്തിച്ചുകൂടാ, അവരെ സംരക്ഷിക്കുന്നതിനെ പറ്റി. മക്കൾ പോലും ഉപേക്ഷിച്ച മാതാപിതാക്കളുണ്ട്, വിധവകളുണ്ട്, പ്രായം ചെന്ന കാരണവന്മാരുണ്ട്. ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ടതിനെ പറ്റി, അതിനുള്ള സംവിധാനം ഒരുക്കുന്നതിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദയാവധത്തെപ്പറ്റി നമ്മുടെ ചിന്ത കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ സമൂഹത്തിൽ സ്ട്രക്ചറലായിട്ടുള്ള ഘടനാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരാനായിട്ട് കാരണമാകും. അതുകൊണ്ട് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞതിനെ പലരും വിമർശിച്ചു. അപ്പോൾ അദ്ദേഹം ഭ്രൂണഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്നു, ദയാവധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഒത്തിരി വിമർശക രംഗത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. അതിനെ തടയാനായിട്ട് എപ്പോഴും അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിന് വിപരീതമായിട്ടുള്ള നല്ല കാര്യങ്ങളെപ്പറ്റി പോസിറ്റീവായിട്ട് സർഗാത്മകമായിട്ട് കുഞ്ഞുങ്ങളെപ്പറ്റിയും വൃദ്ധരെ സംരക്ഷിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് ഭ്രൂണഹത്യക്കെതിരായിട്ടും ദയാവധത്തിനെതിരായിട്ടും നമ്മുടെ കാഴ്ചപ്പാടായിട്ട് മാറും. അപ്പം അങ്ങനെ ഈ ലോകത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് വിമർശിച്ചുകൊണ്ടും ഇല്ലാതാക്കിക്കൊണ്ടും തള്ളിക്കളഞ്ഞുകൊണ്ടുമല്ല, പിന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ അജപാലക ശുശ്രൂഷകൾ നടത്താൻ സാധിക്കും എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവയ്ക്കും.